ഹലോ ശ്രീഭാമ മിസ് ആണ് മക്കളെ. നിങ്ങളുടെ USS എന്ന് പറയുന്ന നിങ്ങളുടെ ഡ്രീമിലോട്ട് എത്താനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പഠിക്കാം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റിനോട്ട് മിസ് പോവാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ മോസ്റ്റ് കോമൺ ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് A ആണോ, B ആണോ, AB ആണോ, O ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് O ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ O ഗ്രൂപ്പുള്ള ഒരുപാട് മക്കൾ ഇവിടത്തിനകത്ത് ഉണ്ടാവും അല്ലെ. എന്റെയും O ഗ്രൂപ്പ് ആണ്. നമുക്കൊരു ഒരുപാട് ബ്ലഡ് ഗ്രൂപ്പുകൾ വേറെ ഉണ്ട്. A പോസിറ്റീവ്, B പോസിറ്റീവ്, AB പോസിറ്റീവ് ആൻഡ് അതുപോലെ തന്നെ B നെഗറ്റീവ്, O പോസിറ്റീവ്, O നെഗറ്റീവ് തുടങ്ങിയ ഒരുപാട് ബ്ലഡ് ഗ്രൂപ്പ്സ് നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും ഹ്യൂമൻസിന്റെ ബോഡിക്കകത്തുണ്ട്. ഇനി അടുത്തത്, രക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? ദ pH വാല്യൂ ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞത് 8.4 ആണോ, 8 ആണോ, 7.4 ആണോ, 5.3 ആണോ ചോദിച്ചാൽ എന്റെ മക്കൾ ആൻസർ ചെയ്യണം. ഇറ്റ് ഈസ് ആൻസർ എന്ന് പറയുന്നത് 7.4 ആണ് കേട്ടോ. അതൊന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾ എഴുതിയാ പഠിച്ചു വെക്കാം. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് വാട്ട് ഗീവ്സ് റെഡ് കളർ ടു ബ്ലഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതാണ് ആൻസർ ചെയ്യുക? ഹീമോഗ്ലോബിൻ ആണോ, വിറ്റാമിൻ ആണോ, കാൽഷ്യം ആണോ? അത് ഇവയൊന്നുമല്ലേ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. നല്ല ചുവന്ന കളർ നമ്മുടെ ബ്ലഡിന് കൊടുക്കാനുള്ള ആൾ ആരാണ് മക്കളെ? അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഇറ്റ് ഈസ് ഹീമോഗ്ലോബിൻ അല്ലേ. അപ്പൊ ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് കൂടെ നിങ്ങളൊന്ന് ഒപ്പം പഠിച്ചു വെക്കുക. ഒരു വർണ്ണ വസ്തുവാണ് എന്ന് വെച്ചാൽ കളർ തരും, നമ്മുടെ ബ്ലഡിന് റെഡ് കളർ തരുന്ന ആളാണ്. അത് ഇരുമ്പിന്റെയും പ്രോട്ടീന്റെയും ഒരു കോമ്പൗണ്ട് ആണ്. അയേണും ഉണ്ട്, പ്രോട്ടീനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഐപ്പോ എന്ന് പഠിച്ചു വെച്ചാൽ ഐപ്പോ ഏതാ? ഹീമോ പഠിച്ചേക്കാം. എന്ന് വെച്ചാൽ അയേണും അതുപോലെ തന്നെ പ്രോട്ടീനും കൂടിയ ഹൈപ്പോ ആയിട്ടുള്ള ഒരു എല്ലാം കൂടെ കൂടിയ ഒരു കോമ്പൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അതേപോലെ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും എല്ലാ ഭാഗത്തോട്ടും എത്തിക്കുക എന്നുള്ളതാണ് ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ കേട്ടോ. സോ ഹീമോഗ്ലോബിൻ ഇറ്റ് ഈസ് എ കോമ്പൗണ്ട് ഓഫ് അയൺ ആൻഡ് പ്രോട്ടീൻ. It is played to carrying blood എന്താണ് carrying oxygen and carbon dioxide to നമ്മുടെ എന്താണ് എല്ലാ ഭാഗത്തോട്ടും ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ ഉള്ളത് എന്നുള്ളൊരു പോയിന്റും നിങ്ങൾ മറക്കാതെ തന്നെ പഠിച്ചു വെക്കാം. അപ്പൊ എപ്പോഴും നമ്മൾ ഈസി ആയിട്ടുള്ള അല്ലെ, നമ്മൾ പെട്ടെന്ന് തന്നെ പഠിക്കേണ്ട ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. നമ്മൾ ശ്രദ്ധയില്ലായ്മ കാരണം മിസ്സായി പോകാൻ സാധ്യതയുള്ള കുറെ മാർക്സുകൾ ഉണ്ട്. അപ്പൊ അതൊക്കെ സെറ്റ് ആക്കി മിടുക്കറായിട്ട് നിങ്ങൾക്ക് പഠിക്കണം, USS നേടണം ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ധ്രുവ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ധ്രുവ ബാച്ച് ഒരു ഫ്രീ ബാച്ച് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് ആണ്. അപ്പൊ എല്ലാവരും നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം. മിടുക്കറായിട്ട് USS പഠിക്കുക, ഫുൾ മാർക്ക് തന്നെ വാങ്ങിച്ചാൽ USS എന്ന് പറഞ്ഞ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. അപ്പൊ ധ്രുവ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അവിടെ കാണാം. ബൈ.